പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ രാജപുത്രിയുടെ അത്ഭുതം നിറഞ്ഞ ചോദ്യം, ഗുൽസനോബർ കഥ. രാജകുമാരൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് വിചിത്രമായ ആ കാഴ്ച കണ്ടത്. അലങ്കാര വിഭൂഷിതമായ ഒരു നായ, അതിസുന്ദരിയായ ഒരു സ്ത്രീ, ഒരു തളികയിൽ കറുത്ത ഒരു ശിരസ്. ഇതെന്തു കഥ? രാജകുമാരൻ അത്ഭുതപ്പെട്ടു പോയി. വീണ്ടും അവിടെ നടക്കുന്ന സംഭവങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. രാജാവ് അതിവിശിഷ്ടമായ ഭോജ്യങ്ങൾ വരുത്തി ആദ്യം നായക്ക് തിന്നാൻ കൊടുത്തു. അത് ഭക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഉച്ഛിഷ്ടം ആ സ്ത്രീക്കും നൽകി. അനന്തരം രാജാവ് തളികയിൽ കൊണ്ടുവരപ്പെട്ട ശിരസിനെ ഒരു വലിയ വടിയെടുത്ത് അതിശക്തമായി പ്രഹരിച്ചു. പ്രഹരിക്കും തോറും അദ്ദേഹത്തിന് സന്തോഷം കൂടിക്കൂടി വന്നു. പിന്നീട് ആ സുന്ദരിയെയും അതേപോലെ അടിച്ചു. ഒന്നും മനസ്സിലാകാതെ മിഴിച്ചു നോക്കുകയാണ് കുമാരൻ. അത് മനസ്സിലാക്കിയ സനോബർ രാജാവ് പറഞ്ഞു, ഇവളാണ് ഗുൽ എന്ന സ്ത്രീ, എൻ്റെ ഭാര്യ. തുടർന്ന് രാജാവ് പറയുകയാണ്, ഒരിക്കൽ ഞാൻ അനുചരന്മാരോടൊത്ത് വേട്ടയ്ക്കു വേണ്ടി വനമധ്യത്തിൽ പോയി. മൃഗങ്ങളുടെ പിറകെ ഓടി ക്ഷീണിച്ചു. ദാഹ വിവശയായപ്പോൾ ഒരു കിണർ കണ്ടു. അതിൽ നിന്നും വെള്ളം കോരിയെടുക്കാൻ വേണ്ടി തൊട്ടി കെട്ടി താഴെ എത്തി. എത്ര തന്നെ മേൽപോട്ട് വലിച്ചിട്ടും പൊന്തുന്നില്ല. ശക്തിയായി വലിച്ചപ്പോൾ തൊട്ടി ഉയർന്നു വന്നു. അത്ഭുതമെന്ന് പറയട്ടെ, തൊട്ടിക്കയറിൽ കെട്ടിപ്പിടിച്ച് രണ്ട് സ്ത്രീകൾ. അവർ രണ്ടുപേരും അന്ധകളായിരുന്നു. നിങ്ങളാര്? എങ്ങനെ ഈ കിണറ്റിൽ വന്നു ചേർന്നു? ഞങ്ങൾ ഈ രാജ്യത്തെ ജിന്ന് രാജാവിൻ്റെ അടിമകളാണ്. രാജാവിന് ഞങ്ങളോട് എന്തോ കാരണത്താൽ കോപം വരികയും അദ്ദേഹം ഞങ്ങളുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് ഈ കിണറ്റിലിടുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു തആലയാണ് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. അല്ലാത്ത പക്ഷം ഞങ്ങൾ ഈ കിണറ്റിൽ കിടന്ന് റൂഹ് പിരിയേണ്ടി വരുമായിരുന്നു. നിങ്ങൾ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന് പ്രത്യുപകരമായി ഒരു കാര്യം പറഞ്ഞു തരാം. ജിന്ന് രാജാവിന് സുന്ദരിയായ ഒരു മകളുണ്ട്. അതിസുന്ദരി എന്ന് പറഞ്ഞാൽ പോരാ, ഭൂലോക സുന്ദരി. അവളെ നിങ്ങൾ കെണിയാക്കി തരാം. അതിനു മുമ്പ് താങ്കൾ ഒരു ഉപകാരം ചെയ്യണം. അതെന്താണ്? സമുദ്രത്തിൽ നിന്നും അന്തിമയങ്ങിയാൽ ഒരു വെളുത്ത പശു ഉയർന്നു വരും. അത് ഈ കരയിൽ മേഞ്ഞു നടക്കും. അതിൻ്റെ ചാണകത്തിൽ നിന്ന് അല്പം കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ച ലഭിക്കുമായിരുന്നു. താങ്കൾ അതിനൊരുങ്ങുകയാണെങ്കിൽ ഒരിക്കലും ആ പശു നിങ്ങളെ കാണാനിടയാകരുത്. അങ്ങനെ തന്നെ എന്ന് സമ്മതിച്ചുകൊണ്ട് ഞാൻ സന്ധ്യ വരെ കാത്തുനിന്നു. പറഞ്ഞതുപോലെ തന്നെ പശു വന്നു. ഞാൻ മറഞ്ഞു നിന്നു. അത് പോയെന്ന് മനസ്സിലാക്കിയപ്പോൾ ചാണകമെടുത്ത് കൊണ്ടുവന്ന് ജിന്നു സ്ത്രീകളുടെ കണ്ണുകളിൽ പുരട്ടി. അത്ഭുതമെന്ന് പറയട്ടെ, അവരുടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി. എൻ്റെ പ്രവർത്തനങ്ങളിൽ സന്തുഷ്ടനായ ജിന്നു സ്ത്രീകൾ എന്നെ ജിന്ന് രാജകുമാരിയുടെ അരമനയിൽ കൊണ്ടുചെന്നാക്കാമെന്നേറ്റു. അതിനു മുമ്പ് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു. അരമനയിൽ എത്തിക്കഴിഞ്ഞാൽ വല്ല കാരണവശാലും താങ്കൾക്ക് തീങ്കുണ്ടത്തിലിടാൻ ശിക്ഷ വിധിക്കുകയാണെങ്കിൽ ശരീരത്തിൽ എണ്ണ പുരട്ടി തീയിലിടണമെന്ന് താങ്കൾ ആവശ്യപ്പെടണം. അപ്രകാരം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ താങ്കളുടെ രക്ഷയ്ക്ക് ഞാൻ എത്തിച്ചേരുന്നതാണ്. അങ്ങനെ സമ്മതിച്ചപ്പോൾ അവർ എന്നെ രാജകുമാരിയുടെ കൂടെ ശയ്യയിൽ കൊണ്ടുപോയി കിടത്തി. ഞാൻ ജിന്ന് രാജകുമാരിയെ ആകെ ഒന്ന് ഒഴിഞ്ഞു നോക്കി. ഓ, എന്തൊരഴക്! അപ്സര കന്യകയാണോ ഇവൾ? ഈ നാരിമണിയെ ഇണയായി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എത്ര ധന്യനാകുമായിരുന്നു എന്നിങ്ങനെ ചിന്തിച്ചു കിടക്കുമ്പോൾ അവൾ ഉണർന്നു. രാജകുമാരി ഉണർന്നു നോക്കുമ്പോൾ തൻ്റെ മഞ്ചത്തിൽ ഒരു അന്യപുരുഷൻ. അവൾ കോപം കൊണ്ട് പൊട്ടിത്തെറിച്ചു. എടോ, താനാരാണ്? ഒരു സ്ത്രീ മാത്രം ശയിക്കുന്ന ഈ മുറിയിൽ
ഇങ്ങനെ കയറി വരാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? അന്തസ്സുള്ള ഒരുത്തിന് യോജിക്കാത്ത ഈ പണി ചെയ്ത നിന്നെ ഞാൻ ഇതാ ഇപ്പോൾ തന്നെ പിതാവിനെ ഏൽപ്പിക്കാൻ പോവുകയാണ്. നിനക്ക് എന്തു ശിക്ഷയാണ് തരേണ്ടതെന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ. രാജകുമാരിയുടെ വാക്കുകൾ കേട്ട് ഞാനൊന്ന് നെട്ടി. എങ്കിലും പുരുഷ സഹജമായ ധൈര്യം അവലംബിച്ച് അനുനയത്തിൽ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ മഹിളാരത്നമേ, എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും വിധിച്ചു കൊള്ളുക. അതിനു മുമ്പ് ഞാൻ പറയുന്നതൊന്ന് കേൾക്കാനെങ്കിലും മനസ്സുണ്ടാകണം. ഞാൻ ഒരിക്കലും ദുരുദ്ദേശത്തോടു കൂടി ഇവിടെ വന്നതല്ല. കുമാരിയെ സ്വന്തമാക്കാനുള്ള ഉത്കടമായ ആഗ്രഹം അവതരിപ്പിക്കാൻ വേണ്ടി മാത്രം. എനിക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോയേക്കാം. പുരുഷനെയും സ്ത്രീയെയും അള്ളാഹു സൃഷ്ടിച്ചത് പരസ്പരം ആകർഷകമായിട്ടാണ്. സുന്ദരിയായ നിന്നെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചുപോയി. എൻ്റെ വാക്കുകൾ കേട്ട് രാജകുമാരിയുടെ ഹൃദയത്തിൽ മാറ്റം വന്നു. തന്നെയുമല്ല, അവളുടെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ നാമുകൾ മുളച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ ഒരിക്കലും പിരിയാത്ത ഇണകളായി ജീവിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. ഞാൻ രാജകുമാരിയുടെ അന്തപുരത്തിൽ ഒളിച്ചു താമസിക്കാൻ തുടങ്ങി. രാജകുമാരിയോടൊത്ത് ആനന്ദത്തിൽ ആറാടി ജീവിക്കുന്ന കാലം കുമാരിയുടെ മുഖത്ത് എപ്പോഴും ആഹ്ലാദത്തിൻ്റെ വേലിയേറ്റം. മകൾക്ക് എന്താണ് പതിവിലും കവിഞ്ഞ ഈ സന്തോഷം ആ മാതാപിതാക്കളിൽ അത് സംശയമുളവാക്കി. രഹസ്യമായി ദാസിമാരെ നിയോഗിച്ച് മകളുടെ മുറി പരിശോധിപ്പിച്ചു. എന്നെ അവർ കയ്യോടെ പിടിച്ചു രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കി. ജിന്നു രാജാവ് കോപം കൊണ്ട് വെട്ടിവിറച്ചു. അദ്ദേഹം മറിച്ചൊന്നും ചിന്തിക്കാതെ എന്നെ തീയിലിട്ട് കരിച്ചു കളയാൻ വിധി പ്രസ്താവിച്ചു. വിധി കേട്ട് ഒട്ടും ഭയപ്പെടാതെ ഞാൻ രാജാവിനോട് പറഞ്ഞു: നിങ്ങൾ എന്തായാലും എന്നെ ദഹിപ്പിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യാൻ ദയവുണ്ടാവണം. അതായത് എൻ്റെ ശരീരം മുഴുവനും എണ്ണ പുരട്ടണം. പെട്ടെന്ന് കത്തിത്തീരാനാണ്. അത് ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ ശിക്ഷ നടപ്പാക്കാനുള്ള സമയമായി. എൻ്റെ ശരീരത്തിൽ എണ്ണ പുരട്ടാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടത് ആ 2 അടിമ സ്ത്രീകളെയായിരുന്നു. അവർ തീയിലിട്ടാൽ ഒരിക്കലും കരിയാത്ത വിശേഷപ്പെട്ട ഒരു തൈലം എൻ്റെ ദേഹാസകലം പുരട്ടി. അനന്തരം രാജകിങ്കരന്മാർ എന്നെ തീയിലിട്ടു. ആളിപ്പടരുന്ന അഗ്നി, പക്ഷേ ഒരു പോറലും പോലും എനിക്കേറ്റില്ല. സുഖകരമായ മഞ്ചത്തിൽ ക്ഷയിക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടത്. അങ്ങനെ ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു. എന്നെ ദഹിപ്പിച്ച ചാരം നീക്കാൻ വേണ്ടി ചില ഭടന്മാർ അവിടെ വന്നു. അപ്പോൾ ദഹിപ്പിക്കപ്പെട്ടയാളത സുഖകരമായി കിടന്നിറങ്ങുന്നു. രാജഭടന്മാർ ഭയപ്പെട്ടു. ഇത് സ്വപ്നമോ മിഥ്യയോ? അവർ രാജാവിൻ്റെ സന്നിധിയിലേക്കൂടി ഒരൊറ്റ ശ്വാസത്തിൽ കാര്യം പറഞ്ഞു. എന്ത്? ദഹിപ്പിക്കപ്പെട്ട ആൾ കിടന്നിറങ്ങുന്നുവെന്നോ? രാജാവും പരിവാരങ്ങളും ഉടൻ അങ്ങോട്ടോടി. അപ്പോൾ ഞാൻ ഉണർന്നു എഴുന്നേറ്റിരുന്നു. ഇതുകണ്ട് അത്യധികം ആശ്ചര്യഭാവത്താൽ രാജാവും പരിവാരവും കുറേ നേരം സ്തംഭിച്ചു നിന്നു. തീർച്ചയായും ഇതൊരു സാധാരണക്കാരനല്ലെന്ന് അവർ മനസ്സിൽ കരുതി. എന്നെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ അറിയാതെ ചെയ്ത തെറ്റിന് മാപ്പ് നൽകണമെന്നും പ്രായശ്ചിത്തമായി എൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ചു തരാമെന്നും വാഗ്ദത്തം ചെയ്തുകൊണ്ട് രാജാവ് എന്നെ കുളിപ്പിച്ചു, വിശേഷ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, വിവാഹസമൃദ്ധമായ ഭക്ഷണപാനീയങ്ങൾ നൽകി സൽക്കരിച്ചു. അനന്തരം രാജാവ് ചോദിച്ചു: താങ്കൾ ആരാണ്? എവിടെ നിന്നാണ് വന്നത്? ഞാൻ വഖാഫിലെ രാജാവാണ്. അവിടുത്തെ രാജകുമാരിയിൽ അനുരക്തനായി എല്ലാം ഇട്ടെറിഞ്ഞ് ഇറങ്ങിത്തിരിച്ചതാണ്. രാജാവിന് സന്തോഷമായി. അയാൾ ഉടൻ തന്നെ വിവാഹത്തിന് ഒരുക്കങ്ങൾ കൂട്ടി. ഏതാനും ദിവസങ്ങൾക്കകം ആ വിവാഹം നടന്നു. വധൂവരന്മാരെ യാത്രയാക്കാൻ ആ രാജ്യമൊട്ടുക്കും ജനങ്ങൾ തടിച്ചുകൂടി. അങ്ങനെ ഞാൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ബന്ധിതയായ ഈ സ്ത്രീ, ഇവളാണ് ഗുൽ എന്ന സ്ത്രീ. ഇത്രയും പറഞ്ഞ്
സനോബർ രാജാവ് ഒന്ന് നിർത്തി. എല്ലാം കേട്ട് വിസ്മയാധീനനായി അൽമാസ്റൂഹ് രാജകുമാരൻ ഇരുന്നു പോയി.